വിളക്കിന്റെ സാമാന്യമായൊരു ലക്ഷണം പറയുന്ന സമയം എന്തിനാണ് ഇപ്പോ ഗൃഹത്തിൽ വിളക്ക് വെക്കുന്നത്? എന്തിനാണ് ഇപ്പൊ രാവിലെ പ്രാതസന്ധ്യയിലും സായംസന്ധ്യയിലും വിളക്ക് വെക്കാറുണ്ടല്ലോ? എല്ലാ വീട്ടിലും വിളക്ക് വെക്കാറുണ്ട്. സന്ധ്യാദീപം എന്ന് പറഞ്ഞിട്ട് എല്ലാ വീട്ടിലും വിളക്ക് വെക്കാറുണ്ട്. അപ്പൊ ഈ വിളക്ക് വെക്കുന്നതുകൊണ്ട് പിന്നെ ആ ഗൃഹത്തിൽ എന്താണ് അവിടുത്തെ അവർക്കുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്ന് ചർച്ച ചെയ്യേണ്ട നിയമമാണ് സ്നേഹശശാങ്കാതുദയാച്ചവർത്തി ദീപോർക്കയുക്തക്ഷവശാചരാദീഹി എന്നുള്ള ഈ നിയമം. അപ്പൊ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതാണ് പ്രശ്നമാർഗത്തിലെ ശ്ലോകം കൊണ്ട്. അപ്പൊ പാത്രം ഗേഹം ആ വിളക്ക്, വീട്ടിൽ വെച്ചിട്ടുള്ള വിളക്ക്, ആ വീടിന്റെ ഗുണദോഷങ്ങളുടെ ചിന്ത ചെയ്യേണ്ടതാണ്. പാത്രം ദീപഭാജനം, വിളക്കിനിപ്പോ വിളക്ക് വെച്ചു, വിളക്കിൽ എണ്ണ ഒഴിച്ചു, തിരിയിട്ടു, കത്തിച്ചു. ദീപം എന്ന് പറയുന്ന പവിത്രമായ മന്ത്രമായിട്ടാണ്. ആ മന്ത്രം ജപിച്ച് സന്ധ്യക്ക് വിളക്ക് കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് കിട്ടേണ്ട ഗുണം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് നമ്മൾക്ക് ജ്യോതിഷ ശാസ്ത്രപര നിമിത്ത ശാസ്ത്രത്തിലൂടെയാണ് നമ്മൾ ഈ കാര്യത്തെ വ്യക്തമാക്കുന്നത്. പക്ഷേ സാമാന്യമായ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ ഗുണദോഷം സർവ്വതും, വീടിനെ സംബന്ധിച്ചുള്ള സർവ്വ ഗുണദോഷങ്ങളും ആ ഗ്രഹധർമ്മിണിക്ക്, വീട്ടിൽ വിളക്ക് വെച്ച ഗ്രഹധർമ്മിണിക്ക് വീടിന്റെ സർവ്വതരത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങളും വിളക്കിലൂടെ തന്നെ അറിയാം. അതാണ് ദേവതാത്മാ സദീപ, മഹാദേവതാത്മാ സദീപ. കേവലം ദേവതാത്മാവല്ല, മഹാദേവതാത്മാ സദീപ. അപ്പൊ ഒരു രാവിലെ വിളക്ക് കത്തിച്ചോ, രാവിലത്തെ സന്ധ്യക്ക് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആ വിളക്കിലുണ്ടാവുന്ന എന്താ പറഞ്ഞത്, പിന്നെ സ്നേഹോ യസ്യേഹ ദേഹോ ഭവതി. ആ ഗ്രഹവാസികളായിട്ടുള്ള, ഗ്രഹത്തിൽ ഇപ്പോൾ 5 or 6 വ്യക്തികളാണുള്ളത്, അവരുടെ ശാരീരികമായിട്ടുണ്ടാവുന്ന വല്ല പ്രയാസങ്ങളും ആ ദിവസത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് ഗ്രഹധർമ്മിണിക്ക് വ്യക്തമായ സൂചന കൊടുക്കുകയാണ് വിളക്ക്. സ്നേഹോ യസ്യേഹ ദേഹോ ഭവതി തദുദരേ വർത്തിനി വർത്തിരാത്മാ. അത് പിന്നെ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവോ, ആയുർനാശങ്ങളോ മറ്റോ ഉണ്ടാവോ എന്നുള്ള സൂചന ഇത് ഭക്തിയോടുകൂടെ കൊണ്ടുവയ്ക്കുന്ന ആ വിളക്കിൽ നിന്ന് ഗൃഹധർമ്മിണിക്ക് കിട്ടും. വർത്തിരാത്മാ ജ്വാലാച ആയുഹു. ആയുസ് സംബന്ധമായിട്ട് വല്ല ആയുർനാശ ലക്ഷണങ്ങളോ അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് രാവിലെ തന്നെ ഭക്തിയോടുകൂടെ വിളക്ക് വയ്ക്കുന്ന ആ ഗ്രഹവാസിക്ക് അനുഭവത്തിൽ വ്യക്തമാവും. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ മെഡിറ്റേഷനില് നമ്മളൊരു സങ്കല്പത്തെ ഉണ്ടാക്കുക. ഒരു സങ്കല്പമാണ് നമ്മളുടെ, സങ്കല്പത്തിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ തത്വമായിട്ട് മാറുന്നത്. ഇപ്പോ പിന്നെ താമരയിതളില് ഇരിക്കുന്ന ഗണപതിയെ സങ്കല്പിക്കുക. എവിടെ സങ്കല്പിക്കുക? നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിക്കുക. അപ്പൊ ഈ ഹൃദയത്തിൽ സങ്കല്പിക്കുക എന്ന് പറയുന്ന സമയത്ത് വിഘ്നേശ്വരനായുള്ള സർവ്വവിഘ്നങ്ങളെയും മോചിപ്പിക്കേണ്ട തരത്തിലുള്ള ഒരു ദേവനായിട്ട് നമ്മൾ എങ്ങനെയാണോ സങ്കല്പത്തെ ശുദ്ധീകരിക്കുന്നത്, അവിടെയാണ് മെഡിറ്റേഷന്റെ പ്രാധാന്യം വരുന്നത്. ഈ മെഡിറ്റേഷൻ എല്ലാ കർമ്മത്തിലും ഉണ്ട്, ഏത് തരത്തിലുള്ള പ്രവൃത്തിയിലും ഈ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോ ഒരു പിന്നെ ഗൃഹത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ത്രീ ഇന്ന് കറി അവിടെ വെക്കുന്ന കറിക്ക് ഇന്ന രുചി വേണം എന്ന് ആദ്യം സങ്കല്പിക്കണം. ആ സങ്കല്പത്തിലേ എത്തുള്ളൂ. അത് വളരെ ഹൈ ആയിട്ട്, വളരെ ഹൈ പോസ്റ്റിൽ ചിന്തിക്കുന്ന സമയത്ത് ഒരു സയന്റിസ്റ്റിന്റെ ഉള്ളിൽ എന്തുണ്ട്? സങ്കല്പമുണ്ട്. അദ്ദേഹം പ്രാപിക്കാൻ പോകുന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. ആ സങ്കല്പത്തെ പറ്റി അന്വേഷണമാണ് ലാബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തര നിരീക്ഷണങ്ങളെ കൊണ്ട് ലാബിൽ അത് അദ്ദേഹം പരീക്ഷിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ലക്ഷ്യമുണ്ട്. അങ്ങനെ ആ ലക്ഷ്യം വ്യക്തമല്ല, അവ്യക്തമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് ഒരു ശാസ്ത്രജ്ഞന്റെ. ഈ ശാസ്ത്രജ്ഞന്റെ അതേ ജോലി തന്നെയാണ് ഒരു സാധാരണ ഗൃഹത്തിലുള്ള ഏതൊരു പ്രവൃത്തിയിലും ചെയ്യുന്നത്.
നമ്മുടെ പ്രവൃത്തി, ജ്യോതിഷത്തിന്റെ പ്രവൃത്തി എന്ന് മാത്രമല്ല സർവ ഇതിലുണ്ടാവുന്നത്. അപ്പൊ അതിനൊക്കെ ആദ്യം എന്ത് വേണം? മനസ്സിൽ അതിന്റെ ഒരു സങ്കല്പത്തിന് പരിശുദ്ധമായ ഒരു സങ്കല്പം വേണം. അപ്പൊ ആ സങ്കല്പത്തിലേക്കാണ് ബാക്കി കാര്യം ചെയ്യുക. അപ്പൊ എനിക്ക് എൻ്റെ ഗ്രഹത്തിന്റെ ഇന്നത്തെ മുഴുവൻ കാര്യവും എനിക്ക് വ്യക്തമായിട്ട് അറിയിക്കണേ എന്നുള്ള പ്രാർത്ഥന അവിടെ സങ്കല്പമാണെങ്കിൽ ആ സങ്കല്പം ദീപത്തിലൂടെ പ്രകടമാവും. അപ്പൊ രാവിലെ കൊണ്ടുവയ്ക്കുന്ന വിളക്കിലൂടെ ആ ഗ്രഹത്തിൽ ഉണ്ടാവുന്ന അന്നത്തെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ആ വ്യക്തിക്ക് അതിനെ സംബന്ധിച്ചുള്ള ഒരു നോട്ട്, ഒരു ചെറിയൊരു നോട്ട്, അതിന്റെ ചെറിയൊരു പതിപ്പ് ആ വ്യക്തിയിൽ എത്തുന്നു. അപ്പൊ രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കണം. രാവിലെ വരുന്ന നമ്മൾ പഠിച്ചു, പിന്നെ രാവിലെ മംഗളാർത്ഥമാണ്. പകൽ സമയത്ത് വെക്കുന്നത് മംഗളാർത്ഥമാണ്. രാത്രിയിൽ അത് മംഗളത്തിനും പ്രകാശത്തിനും വേണ്ടി കൊണ്ടാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സൂര്യഭഗവാനെ വിളക്കായിട്ട് സങ്കല്പിച്ച് വിളക്കത്ത് ആ സൂര്യഭഗവാന്റെ ആ പ്രഭ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാണ്? ആഗിരണം ചെയ്യുകയാണ്. അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ ഗ്രഹത്തിന്റെ സൂര്യനായിട്ട് വിളക്കിനെ കാണുവാണ്. ആ തത്വമാണ് ഓരോ ഗ്രഹത്തിലും നിത്യവും വിളക്ക്, 2 നേരവും വിളക്ക് വെക്കണം എന്ന് പറയുന്നതിന്റെ ആ ശുദ്ധമായിരിക്കും. ഗ്രഹത്തിന്റെ അന്തരീക്ഷം ശുദ്ധമാകും. അപ്പോൾ ഒരു ശുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. അവിടുത്തെ വസിക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ ആ ശുദ്ധി പൂർണ്ണമായിട്ടും വരും. അങ്ങനെയാണ് ആ നിമിത്തത്തിലൂടെ മനസ്സിന്റെ സങ്കല്പശുദ്ധിയിലൂടെ അനുഭവങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് നിമിത്തത്തിന്റെ സാർവത്രികമായ നിയമവും. നിമിത്തം നമ്മൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഏത് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് ഈ തരത്തിൽ വേണം നമുക്ക് അതിന്റെ വ്യക്തത വരുത്താൻ. അപ്പോഴാണ് ഇത് സാമാന്യമായ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നമ്മൾക്ക് ദീപത്തിന്റെ ലക്ഷണം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ 2 നിയമങ്ങളെ വെച്ച് പൂർണ്ണമായിട്ടും ആ നിയമങ്ങളെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് കിട്ടേണ്ട മെസ്സേജ്, അതിലൂടെ എന്താണ് അവസാനം പറഞ്ഞല്ലോ, പൃഷ്ടുപ്രായേണ വൃത്തം പിശുനേതി മഹാദേവതാത്മാ സദീപ. വിളക്കിന് തന്നെ നിങ്ങളോട് സർവകാര്യവും, നിങ്ങളുടെ ഒരു ദിവസത്തിൽ വരാൻ പോകുന്ന ചരിത്രം മുഴുവനും നിങ്ങളോട് വ്യക്തമായിട്ട് പറയാൻ കഴിയും എന്ന ഒരു മെസ്സേജ് ആയിരിക്കണം നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത്? സാമാന്യമായുള്ള ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്.